ബന്ധുവിനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിന് യുവാവിനെ മുഖംമൂടി ധരിച്ചെത്തി ഇരുമ്പ് പൈപ്പ് അടക്കമുള്ള മാരകായുധങ്ങളുമായി ക്രൂരമായി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കുപ്രസിദ്ധ ഗുണ്ടാസംഘത്തിലെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മമ്പാട് സ്വദേശി ഷാജഹാനെ ആക്രമിച്ച ശേഷം ഒളിവിൽ പോയ എടവണ്ണ സ്വദേശികളായ പുത്തൻവീട്ടിൽ വഫീദ് എന്ന പാപ്പി, പുതുക്കോടൻ വിജീഷ് എന്ന കൊച്ചു, തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി അമൽ എന്ന കണ്ണൻ എന്നിവരാണ് പിടിയിലായത്. കാപ്പ കേസടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഗുണ്ടാ തലവൻ കൊളപ്പാടൻ നിസാമിന്റെ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഈ 3 പേരും. അക്രമത്തിൽ 2 കാലുകളുടെയും എല്ലുകൾക്ക് പൊട്ടലേറ്റ ഷാജഹാൻ ഇപ്പോഴും ആശുപത്രി വിട്ടിട്ടില്ല. ഫെബ്രുവരി 18 രാത്രി 10:30യോടെയാണ് കേസിനാസ്പദമായ സംഭവം. എടവണ്ണയിൽ ഫർണിച്ചർ ഷെഡ് നടത്തുന്ന ഷാജഹാന്റെ ബന്ധുവിനെ സംഭവത്തിന് 4 ദിവസം മുൻപ് വിജീഷും വഫീദും ചേർന്ന് ആക്രമിച്ചിരുന്നു. ഈ സംഭവത്തിൽ പരാതി കൊടുക്കാൻ മുന്നിൽ നിന്നത് ഷാജഹാനായിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിനാണ് ഗുണ്ടാ നേതാവ് നിസാമിന്റെ സഹായത്തോടെ പ്രതികൾ രാത്രി കാറിലെത്തി മുഖംമൂടി ധരിച്ച് ആക്രമണം നടത്തിയത്. സംഭവത്തിനു ശേഷം കൊടുവള്ളിയിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു സംഘം. നിലമ്പൂർ ഡിവൈഎസ്പി വി.കെ. വിശ്വംഭരൻ നായരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കൊടുവള്ളിയിലെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ഷാജഹാനെ ആക്രമിക്കുമ്പോൾ നിസാമും ഒപ്പമുണ്ടായിരുന്നു. നിലവിൽ നിസാം വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അറസ്റ്റിലാണ്. വ്യവസായി കേസിനു പുറമെ എടവണ്ണ റിദാൻ ബാസിൽ വധക്കേസിലും പ്രതിയാണ് കൊളപ്പാടൻ നിസാം. വഫീദും വിജീഷും അമലും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. ആക്രമണത്തിന് പ്രതികളെ സഹായിച്ചവരെയും കേസിൽ പ്രതിയാക്കും. എടവണ്ണ സിഐ പ്രൈജുവിന്റെ നേതൃത്വത്തിൽ ASI സുനിത MP, CPOമാരായ വിജിത് എ, വിനീത്, ദിനേശ് കെ, സിയാദ്, ഷറഫ്, പ്രത്യേക സംഘത്തിലെ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പീനി, ആഷിഫ് അലി, നിബിൻ ദാസ്, ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഈ ചാനൽ ന്യൂസ്, നിലമ്പൂർ. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.